ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതം അത്ഭുതം തന്നെയാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളിന് നിരന്തരമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവം ഓരോന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അത്ഭുതങ്ങൾ വിശ്വസിക്കാതെ ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, പുരോഗമനവാദികൾ. അവർക്ക് പറച്ചിലിന് യാതൊരു കുഴപ്പവുമില്ല. അവർ പറയുന്നത് ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ഇതിങ്ങനെ സംഭവിക്കേണ്ടതാ, ദൈവമില്ലെങ്കിലും ഇതിങ്ങനെ സംഭവിക്കേണ്ടതാ തുടങ്ങി ഏതെല്ലാം നിലകളിലാണ് അവരുടെ വായിൽ നിന്ന് കമൻറ്റുകൾ വരുന്നതെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. ആ നിലകളിലുള്ള ആളുകൾ വസിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കണം. നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് സഹായിക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കട്ടെ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ ശിഷ്യന്മാരുമായി അനേക ഇടങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് കർത്താവിനോട് കൂടെ നടന്ന നാളൊക്കെ ഇവർ അനുദിനം ഓരോ പുതിയ പാഠങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരു അത്തിമരം ഉണങ്ങിപ്പോയതിനെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യമുള്ളത്. ഈ അധ്യായത്തിൽ അതിൻ്റെ വിവരണം ഉണ്ട്. യേശു ബഥന്യായി വിട്ടുപോകുമ്പോൾ തനിക്ക് വിശന്നുവെന്നും ഒരു അത്തിമരം കണ്ടിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച് അത് നോക്കി ഇലകളല്ലാതെ ഫലങ്ങളൊന്നുമില്ലായിരുന്നുവെന്നും അങ്ങനെ ഒരു ഫലവുമില്ലാത്ത അത്തിവൃക്ഷത്തെ കർത്താവ് ശപിച്ചുവെന്നും പിറ്റേ ദിവസം ശിഷ്യന്മാരുമായി അതുവഴി വന്നപ്പോൾ അത്തി വേരോടെ ഉണങ്ങിപ്പോയി എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. പിന്നെ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം കണ്ടിട്ട് പത്രോസ് കർത്താവിനെ ഓർമ്മിപ്പിച്ചു. അല്ലെങ്കിൽ പത്രോസിന് ഓർമ്മ വന്നിട്ട് വേഗത്തിൽ പറയുകയാണ്, കർത്താവെ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന്. അപ്പോഴാണ് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിനെന്ന്. നോക്കൂ, നമുക്കാർക്കാ ദൈവത്തിൽ വിശ്വാസമില്ലാത്തത്? എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുള്ളവരാ. പല നിലകളിൽ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിൽ കൂടി എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. സത്യത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ നമ്മൾ സാധാരണ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ചാൽ മതിയോ? പോരെന്നാണ് ഈ തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് യേശു തുടരുന്നത് ഇങ്ങനെയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വെച്ച് വേണം ഈ മലയോട് നീങ്ങണമെന്ന് പറയേണ്ടത്. വാസ്തവത്തിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നത് വാസ്തവമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞിട്ട് ഇതുകൂടി പറയട്ടെ. നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പോലും അതൊക്കെ മറച്ചു വെച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള നിലയിലാണ് നമ്മൾ പ്രതികരിക്കുന്നതും അവിടെ നമ്മൾ ആയിരിക്കുന്നതുമൊക്കെ. വാസ്തവത്തിൽ അതാണോ ശരി? നമ്മുടെ അകം നീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ മുമ്പിൽ സന്തോഷം വെളിപ്പെടുത്തി വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതുമൊക്കെ. വിശ്വാസത്തിൻ്റെ രണ്ട് മുഖങ്ങൾ നമുക്ക് പാടില്ല. വാ കൊണ്ട് പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിപ്പാനും നമ്മൾ തയ്യാറാകണം. നമ്മളൊക്കെ പല വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ചിലരെങ്കിലും മറുപടി താമസിച്ചതുകൊണ്ട് നിരാശയിലുമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സ്വയം ഒന്ന് പരിശോധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കാൻ അവസരം കണ്ടെത്തുമോ? അതായത്, നമുക്ക് എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങൾ ലഭിക്കാത്തത്? വാസ്തവത്തിൽ ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ദൈവം ഇന്നും സർവശക്തൻ തന്നെയാണ് എന്നതിന് യാതൊരു തർക്കവും വേണ്ട. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തെ തന്നെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. എന്നാൽ
വാസ്തവത്തിൽ ദൈവമാണോ ഇതിന് ഉത്തരവാദി? അല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് സംശയിക്കുന്നു. അതാണ് മറുപടിയുടെ താമസത്തിന് കാരണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം നിറച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന ഈ വിഷയത്തിന് മേലും ദൈവത്തിൽ നിന്ന് അത്ഭുത മറുപടി ഉണ്ട് എന്നത് തർക്കമില്ലാതെ ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ സംശയമില്ലാതെ ദൈവത്തെ സേവിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.